ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലെബക് മെഷർ എന്നുള്ള ചാപ്റ്ററിലെ ഒരു പ്രോപ്പർട്ടിയും അതിനെ തുടർന്ന് ഒരു തിയറവുമാണ്. എക്സിഷൻ പ്രോപ്പർട്ടി. A is a measurable set of finite outer measure that is contained in B, then m star of B minus A equal to m star of V minus m star of A. ഇവിടെ എ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഔട്ടർ മെഷറുള്ള മെഷറബിൾ സെറ്റാണ്. എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റാണ് ബി എങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എം സ്റ്റാർ ഓഫ് ബി മൈനസ് എ ഇസ് ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി മൈനസ് എം സ്റ്റാർ ഓഫ് എ എന്നാണ്. അതിൻ്റെ പ്രൂഫിൽ നമുക്കിവിടെ അറിയാവുന്ന അസംഷൻ എ എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റാണ്. We can take B as the test set, then by the definition of measurable set, m star of B equal to m star of B intersection A plus m star of B intersection A complement implies m star of A plus m star of B minus A. കാരണം A എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റാണ്, അതുകൊണ്ട് തന്നെ B intersection A എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ്. സോ വി ഗെറ്റ് ദ റിസൾട്ട് ദാറ്റ് ഈസ് എം സ്റ്റാർ ഓഫ് ബി ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി മൈനസ് എ ഇംപ്ലൈസ് എം സ്റ്റാർ ഓഫ് ബി മൈനസ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി മൈനസ് എം സ്റ്റാർ ഓഫ് എ. ഇതിനെയാണ് എക്സിഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അടുത്തത് ഒരു തിയറമാണ്. Theorem 11. Let E be any set of real numbers, then each of the following four assertions is equivalent to the measurability of E. ഇവിടെ നമുക്ക് E എന്ന് പറയുന്നത് ഒരു മെഷറബിൾ സെറ്റാണ്. തുടർന്ന് വരുന്ന 4 സ്റ്റേറ്റ്മെൻറ്റുകൾ E ഈസ് മെഷറബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് ഈക്വലൻ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതൊക്കെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1. For each epsilon greater than 0, there is an open set O containing E for which m star of O minus E less than epsilon. Statement number 2. There is a G delta set G containing E for which m star of G minus E equal to 0. Third statement. For each epsilon greater than 0, there is an closed set capital F contained in capital E for which m star of E minus F less than epsilon. Fourth statement. There is an F sigma set F contained in E for which m star of E minus F equal to 0. ഇവിടെ നമുക്ക് ആക്ച്വലി ഈസ് മെഷറബിൾ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടെ ചേർത്ത് 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. സത്യത്തിൽ ഈ പറയുന്ന 5 സ്റ്റേറ്റ്മെൻറ്റുകളും ഈക്വലൻ്റ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം പ്രൂഫുകൾ ഒരു സൈക്ലിക് മോഡലാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് 2 ചെറിയ സൈക്കിളുകളായിട്ടാണ് നമ്മൾ ഈ പ്രൂഫ് കൊണ്ടുപോകുന്നത്. അതായത് ആദ്യം ഇ ഈസ് മെഷറബിൾ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്യും. ഇംപ്ലൈസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 implies statement number 2 implies E is measurable. അതായത് E is measurableഉം ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ച് ചെറിയൊരു സൈക്കിൾ ഫോം ചെയ്യുന്നു. പിന്നീട് E is measurable implies third statement implies fourth statement implies E is measurable. അതായത് E is measurable എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും തേർഡും ഫോർത്തും സ്റ്റേറ്റ്മെൻറ്റും ഉപയോഗിച്ച് മറ്റൊരു സൈക്കിളും കൂടി ഫോം ചെയ്യുന്നു. ഇവിടെ മൊത്തം 6 പ്രൂഫുകളാണ് ഈ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യം വരിക. 2 സൈക്കിളുകളിലും 3 വീതം പ്രൂഫുകൾ. ഹിയർ ലെറ്റ് us assume E is measurable. We have to prove the first statement. ഇത് പ്രൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ 2 കേസുകളായിട്ട് നമ്മൾ തിരിക്കുന്നു. കേസ് നമ്പർ 1 എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് നമ്മൾ മെഷറബിളായിട്ട് എടുത്തിരിക്കുന്ന ഇ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആയിരിക്കും.
By the definition of outer measure, for any epsilon greater than 0, we can find collection ik, k is equal to 1 to infinity, E subset of union k equal to 1 to infinity ik, such that sigma k is equal to 1 to infinity length of ik less than m star of E plus epsilon. നമുക്ക് ഇവിടെ അറിയാം ഔട്ടർ മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ്. എന്താണ് ഔട്ടർ മെഷർ? ഔട്ടർ മെഷർ എന്ന് പറയുന്നത് ആ സെറ്റ് കവർ ചെയ്യപ്പെടുന്ന കളക്ഷൻ ഓഫ് ഇൻ്റർവെൽസ് എടുത്ത് ആ ഇൻ്റർവെല്ലുകളുടെ എല്ലാം ലെങ്ത്തുകളുടെ സം എടുത്ത് ആ സമ്മുകളുടെ എല്ലാം ഇൻഫിമമാണ് ആക്ച്വലി ഔട്ടർ മെഷർ. അപ്പോൾ ഔട്ടർ മെഷർ ഈസ് ആക്ച്വലി എ ഇൻഫിമം of a set, infimum of sum of length of the intervals. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, if u is a infimum, then for any epsilon greater than 0, u plus epsilon is not a lower bound. If u plus epsilon is not a lower bound, means there is an element less than that of your യു പ്ലസ് എപ്സിലോൺ. സെറ്റിലെ യു പ്ലസ് എപ്സിലോണേക്കാട്ടും താഴെ വരുന്ന ഒരു എലമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതേ ആശയം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഹിയർ എം സ്റ്റാർ ഓഫ് ഇ ഈസ് എ ഇൻഫിമം, ദെൻ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ ഫൈൻഡ് എ കളക്ഷൻ ഐ കെ is equal to 1 to infinity which covers your E such that sigma k is equal to 1 to infinity length of ik less than എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ യു എന്നുള്ളതിൻ്റെ സ്ഥലത്ത് നമ്മൾ എം സ്റ്റാർ ഓഫ് ഇ കാണണം എന്ന് മാത്രം. ടേക്ക് ഒ ഇസ് ഈക്വൽ ടു യൂണിയൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഐ കെ. നേരത്തെ കിട്ടിയ ഐ കെ എന്ന് പറയുന്ന കളക്ഷൻ്റെ കൗണ്ടബിൾ യൂണിയനായിട്ട് നമ്മൾ ഒ സെറ്റ് ചെയ്യുന്നു. സിൻസ് ഒ ഈസ് ദ കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസ്, ദെർഫോർ യുവർ ഒ ഈസ് ഓപ്പൺ. ഓൾസോ ഇ സബ്സെറ്റ് ഓഫ് ഒ, കാരണം നമുക്കറിയാം ഈ കളക്ഷൻ ഇയെ കവർ ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് യുവർ ഇ ഈസ് ദ സബ്സെറ്റ് ഓഫ് ഒ. ആൻഡ് എം സ്റ്റാർ ഓഫ് ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലെങ്ത് ഓഫ് ഐ കെ. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ഔട്ടർ മെഷർ എന്ന് പറയുന്നത് കൗണ്ടബിളി സബ് അഡിറ്റീവ് ആണ്. അതിനാൽ തന്നെ എം സ്റ്റാർ ഓഫ് ഒ എന്ന് പറയുന്നത് എം സ്റ്റാർ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലെങ്ത് ഓഫ് ഐ കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മെഷർ ഓഫ് ഐ കെ എന്ന് പറയുന്നത് ആക്ച്വലി ലെങ്ത് ഓഫ് ഐ കെ ആണ്. സോ വി ഗെറ്റ് എം സ്റ്റാർ ഓഫ് ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലെങ്ത് ഓഫ് ഐ കെ ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ. ദാറ്റ് മീൻസ് എം സ്റ്റാർ ഓഫ് ഒ മൈനസ് എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ എപ്സിലോൺ. Then by the excision property we get m star of O minus E less than epsilon. ഇവിടെ നമുക്ക് കേസ് നമ്പർ 1 എം സ്റ്റാർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ്. Then corresponding to your epsilon you can find a open set O which contains your E such that m star of O minus E less than epsilon. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1. ഇത് ആദ്യത്തെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെ കേസാണ് കേസ് നമ്പർ 2. എം സ്റ്റാർ ഓഫ് ഇ ഈസ് ഇൻഫൈനൈറ്റ്. ദാറ്റ് മീൻസ് എം സ്റ്റാർ ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ദെൻ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ കളക്ഷൻ ഐ കെ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇ സബ്സെറ്റ് ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഐ കെ സച്ച് ദാറ്റ് സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലെങ്ത് ഓഫ് ഐ കെ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ. നേരത്തെ അതിൻ്റെ റീസൺ നമ്മൾ കണ്ടതാണ്. പുട്ട് ഇ കെ ഈസ് ഈക്വൽ ടു ഇ ഇൻ്റർസെക്ഷൻ ഐ കെ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഐ കെ എന്ന് പറയുന്ന കളക്ഷനിലെ ഓരോ ഐ കെയെയും നമ്മൾ മെഷറബിൾ എന്ന് അസ്യൂം ചെയ്തിരിക്കുന്ന ഇ എന്ന് പറയുന്ന സെറ്റ് വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന സെറ്റിനെ നമ്മൾ ഇ കെ എന്ന് നെയിം ചെയ്യുന്നു. സോ കറസ്പോണ്ടിങ് ടു ഈച്ച് ഐ കെ വി ഗെറ്റ് എ ഇ കെ. സോ വി ഗെറ്റ് എ കളക്ഷൻ ഇ കെ. Collection E k is equal to 1 to infinity, and we know that our E is the subset of
union ik, and ek is the E intersection ik, therefore your E subset of union over k is equal to 1 to infinity ek. Now union over k ek is equal to union over k E intersection ik, that is equal to E intersection union over k ik. And here we know that this E is the subset of union over k ik, therefore we get our union over k ek is equal to your E. അപ്പോൾ യൂണിയൻ ഓവർ കെ ഇ കെ എന്ന് പറയുന്നത് ആക്ച്വലി ഇ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. ഹിയർ വി നോ ദാറ്റ് ഇ ഇസ് എ മെഷറബിൾ സെറ്റ് ബൈ ദ അസംഷൻ ആൻഡ് ഐ കെസ് ആർ ദി intervals which is measurable, therefore ek is equal to E intersection ik, which is the intersection of two measurable set is measurable, therefore ek is measurable. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കളക്ഷൻ ഇ കെയിൽ ഓരോ ഇ കെ എന്ന് പറയുന്ന സെറ്റും മെഷറബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് അവർ കളക്ഷൻ ഇ കെ വേർ കെ ഇസ് ഈക്വൽ ടു 1 to infinity is the collection of disjoint measurable sets and its union is E. Here m star of length of m star of ik is equal to length of ik, because ik is the interval, and we know that each interval is of length less than infinity or finite, therefore m star of ek less than or equal to m star of ik, because your ek is the one of the subset of your ik, that means m star of ek is finite. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഓരോ ഐ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇ കെ എന്ന് പറയുന്ന സെറ്റുകളെല്ലാം തന്നെ ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആയിട്ടുള്ളതാണ്. Then for any epsilon greater than 0 corresponding to ek, we get ok such that ok contains ek with m star of ok minus ek less than epsilon by 2 raised to k. നമുക്ക് നേരത്തെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു ഇ കെ എന്ന് പറയുന്ന സെറ്റ് ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആണ്. ഈ പ്രൂഫിൽ അതിൻ്റെ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ഇ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും എം സ്റ്റാർ ഓഫ് ഒ മൈനസ് ഇ ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന തരത്തിൽ. ഇവിടെ ഇ കെ എന്ന് പറയുന്ന സെറ്റ് മെഷറബിൾ ആണ്, അതിൻ്റെ ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആണ് എങ്കിൽ ആ ഇ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കേസ് നമ്പർ 1 പ്രകാരം നമുക്കൊരു ഓക്കെ എന്ന് പറയുന്ന ഓപ്പൺ സെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ കണ്ടെയ്ൻസ് ദാറ്റ് ഇ കെ ആൻഡ് എം സ്റ്റാർ ഓഫ് ഓക്കെ മൈനസ് ഇ കെ ഈസ് ലെസ് ദാൻ യുവർ എപ്സിലോൺ ബൈ 2 raised to k. There is an adjustment. So corresponding to each ek we get such a ok with this condition, and we know that each ok is a open set. Then we get a collection ok k is equal to 1 to infinity such that your union over k ek is a subset of union over k ok, because each ek is a subset of ok, therefore the union over k ek is subset of union over k ok. And we know that union over k ek is nothing but which is, that is our E, therefore E is a subset of union over k ok, and we take that union over k ok is equal to O, and which is the countable union of open sets, and we know that countable union of open set is open, therefore our O is open. So we get a open set O which contains your E. Then what is m star of O minus E? That is equal to m star of union over k ok minus union over k ek, which is less than or equal to sigma k is equal to 1 to infinity m star of ok minus ek by the property of countably subadditive, and which is less than sigma k is equal to 1 to infinity epsilon by 2 raised to k.
അത് നമ്മുടെ അസംഷൻ പ്രകാരമാണ്. കാരണം നമുക്ക് ഓരോ ഇക്കയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയി നമുക്കൊരു ഓക്കെ കിട്ടിയിട്ടുണ്ട് വിത്ത് എം സ്റ്റാർ ഓഫ് ഓക്കെ മൈനസ് ഇ കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 റേസ് ടു കെ. So we can apply that statement here. We get less than sigma k is equal to 1 to infinity epsilon by 2 raised to k. Then we get the infinite series sum. Then we get the value is equal to epsilon. So corresponding to your epsilon, you get a open set O which contains your E with m star of O minus E less than epsilon. ഇതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ട് കേസുകളായിട്ടാണ് നമ്മൾ ഈസ് മെഷറബിൾ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിയത്. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ഇ എന്ന് പറയുന്ന ഒരു സെറ്റ് മെഷറബിൾ സെറ്റ് എടുത്തു കഴിഞ്ഞപ്പം corresponding to any epsilon there is an open set which contains your E with m star of O minus E less than epsilon എന്നുള്ളതാണ് നമ്മുടെ assumption. So here we take our epsilon is equal to 1 by k for each k belongs to n. Then corresponding to this epsilon we get a open set OK contains your E such that m star of OK minus E less than your epsilon, that is your 1 by k. The result is true for all k belongs to script n. So corresponding to each k belongs to n we get a OK. So we get a collection of OK. We get a collection OK, k is equal to 1 to infinity. And take g is equal to intersection over k is equal to 1 to infinity OK. That means here g is the countable intersection of open sets. And we know that countable intersection of open set is call it as G delta set. That means our G is a G delta set. And we know that your E contains your E contained in each OK. Therefore, E contained in the arbitrary intersection of this OK. That means your E contained in your G. So here G is a G delta set which contains your E. Now G is a subset of OK for all k belongs to n. Then G minus E subset of OK minus E. Therefore m star of G minus E which is less than or equal to m star of OK minus E. And we know that m star of OK minus E which is less than 1 by k for all k belongs to n. So we get the result that is m star of G minus E less than 1 by k for all k belongs to n. That means when your k going to infinity, your 1 by k going to 0. At the time you get your m star of G minus E less than or equal to your 0. But we know that our outer measure is non-negative. Therefore your m star of G minus E is equal to 0. നമുക്കതാണ് പ്രൂവ് ചെയ്യേണ്ടത്. Corresponding to epsilon greater than 0 there is a G delta set G contains your E such that m star of G minus E is equal to 0. അടുത്തത് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് E is measurable എന്നുള്ള ആശയമാണ്. എന്താണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്? Corresponding to epsilon greater than 0 we get a G delta set G contains your E with the m star of G minus E is equal to 0. We have to prove our E is measurable. Let G be a G delta set such that E contained in G, then G is measurable. കാരണം നമുക്കറിയാം ഏതൊരു G delta സെറ്റും മെഷറബിൾ ആയിരിക്കും. അതിനാൽ തന്നെ നമ്മുടെ G എന്ന് പറയുന്ന സെറ്റും ഇവിടെ മെഷറബിൾ ആയിരിക്കും. And we know that measure of G minus E is equal to 0. നമുക്കറിയാം any set with outer measure 0 is measurable. Therefore G minus E is measurable. Then what is G intersection G minus E complement? That is equal to G intersection E complement whole complement. That is equal to G intersection G complement union E. അത് നമ്മൾ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഈക്വൽ ടു
G intersection G complement union G intersection E distributive law ഉപയോഗിച്ചു. And we know that our G intersection G complement is our phi. That means phi union G intersection E, and that's equal to G intersection E. And we know that our E is the subset of G. Therefore, G intersection E equal to E. So we get the result, that is G intersection G minus E complement equal to E. Here E can be represented as the intersection of two sets. First one is G and the second one is G minus E complement. Here we know that our G is a G delta set which is measurable, and we know that G minus E is measurable, then the complement of a measurable set is measurable, therefore G minus E complement is measurable. And our E can be represented as the intersection of two measurable set, and hence your E is measurable. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സൈക്കിൾ. ഇതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് സൈക്കിൾ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി അസ്യൂം ദാറ്റ് അവർ E is measurable. We have to prove that corresponding to any epsilon greater than 0 there is a എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഹിയർ അവർ E is measurable. If E is measurable, and we know that the complement of a measurable set E complement is measurable. If a set E complement is measurable, then by the first statement we say that corresponding to epsilon there is an open set O1 containing E complement such that m star of O1 minus E complement is less than epsilon. നമുക്ക് നേരത്തെ പ്രൂവ് ചെയ്ത ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അത്തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മെഷറബിൾ സെറ്റ് ഈ കോംപ്ലിമെൻ്റ് ആണ് മാത്രം. പുട്ട് യുവർ O1 complement is equal to F. Here O1 is an open set, therefore the complement of O1 is equal to F, which is a closed set. And we know that our E is the subset of E complement is the subset of O1, therefore E superset of O1 complement. That means your E superset of capital F, that is a closed set. Then E minus F is equal to E intersection F complement, that is equal to E intersection O1, because O1 complement ആണ് F, അങ്ങനെയെങ്കിൽ F complement എന്ന് പറയുന്നത് O1 ആയിരിക്കും. E intersection O1 is equal to O1 intersection E complement whole complement. E എന്ന് പറയുന്ന സെറ്റിന് പകരം നമ്മൾ E complement whole complement എന്ന് പ്ലേസ് ചെയ്തിരിക്കുന്നു. That means which is equal to O1 minus E complement. That is, ഇപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് E minus F is equal to O1 minus E complement. Then m star of E minus F is equal to m star of O1 minus E complement. And we know that m star of O1 minus E complement is less than epsilon, which implies we get m star of E minus F less than epsilon. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? കറസ്പോണ്ടിങ് ടു if E is measurable, corresponding to every epsilon greater than 0, there exists a closed set capital F contained in capital E with m star of E minus F less than epsilon. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? Corresponding to every epsilon, there exists a closed set capital F which contained in capital E with m star of E minus F less than epsilon. We have to prove the fourth statement. Here we take our epsilon is equal to 1 by k for all k belongs to n. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. Corresponding to this epsilon, we get a closed set Fk subset of E such that m star of E minus Fk less than 1 by k. This is for all k belongs to n. Then take F is equal to union k is equal to 1 to infinity Fk. കാരണം നമുക്ക് ഓരോ 1 by kക്ക് കറസ്പോണ്ടിങ് ആയിട്ടും അല്ലെങ്കിൽ ഓരോ kക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഓരോ Fk കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു കളക്ഷൻ ഓഫ് Fk കിട്ടിയിട്ടുണ്ടായിരിക്കും. ഈ Fkകളുടെ കൗണ്ടബിൾ യൂണിയനാണ് നമ്മളിവിടെ F എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. ഓരോ Fkയും ക്ലോസ്ഡ് സെറ്റുകളായിരിക്കും. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന F എന്ന് പറയുന്നത്
countable union of closed set. We know that countable union of closed set is a F sigma set. That means our F is a F sigma set. And we know that each Fk is a subset of E. Therefore, the countable union is also subset of your E. That means our capital F is a subset of E. Now, Fk is the subset of capital F because F is the countable union of Fk. That means Fk is a subset of capital F for all k belongs to n, implies Fk complement superset of F complement for all k belongs to n, implies E minus Fk superset of E minus F. കാരണം E minus Fk എന്ന് പറയുന്നത് E ഇൻ്റർസെക്ഷൻ Fk കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന റിസൾട്ടിനെ E വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് E minus Fk superset of E minus F, implies m star of E minus F less than or equal to. ഒന്ന് റിവേഴ്സ് എഴുതുന്നുണ്ട്. ആദ്യം സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതിയിരിക്കുന്നത്. m star of E minus F less than or equal to m star of E minus Fk. And we know that m star of E minus Fk which is less than 1 by k, the result is true for all k belongs to n. അപ്പോൾ നമ്മുടെ കയ്യിൽ റിസൾട്ട് എന്താണ്? m star of E minus F is less than 1 by k for all k belongs to n. When k tending to infinity, your 1 by k going to 0, then we get m star of E minus F is less than or equal to 0, but your outer measure is always non-negative. Therefore, m star of E minus F is equal to 0. ഇപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ there exists a F sigma set capital F which contained in capital E such that m star of E minus F equal to 0. ഇതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്. അവസാനമായിട്ട് നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് E ഈസ് മെഷറബിൾ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി വി അസ്യൂം ദ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a F sigma set which contained in capital E such that m star of E minus F is equal to 0. We have to prove that our E is measurable. Let capital F be a F sigma set, and we know that our F subset of E, and we know that every F sigma set is measurable, therefore your capital F is measurable. Here by the assumption we know that m star of E minus F is equal to 0, implies E minus F is measurable. കാരണം ഔട്ടർ മെഷർ 0 ആയിട്ട് വരുന്ന ഏതൊരു സെറ്റും മെഷറബിൾ ആയിരിക്കും. Now F union E minus F equal to F union E intersection F complement. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ F union E intersection F union F complement, that's equal to F union E intersection R, that's equal to F union E. Here we know that F is a subset of E, therefore F union E equal to E. So your E can be represented as the union of two sets F and E minus F, and here F is the measurable set, one of the measurable set, and E minus F is again a measurable set. So your E can be represented as the union of two measurable sets, therefore your E is measurable. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് E is measurable എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് രണ്ട് സൈക്കിളുകളായിട്ടാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. ആദ്യത്തെ സൈക്കിളിൽ നമുക്ക് 3 പ്രൂഫുകൾ ഉൾക്കൊള്ളുന്നു, രണ്ടാമത്തെ സൈക്കിളിൽ നമുക്ക് 3 പ്രൂഫുകൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ആക്ച്വലി നമുക്ക് ഈ തിയറത്തിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഒരു സെറ്റ് മെഷറബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വരുന്ന 4 സ്റ്റേറ്റ്മെൻറ്റുകളും ഈക്വലൻ്റ് ആയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ 5 സ്റ്റേറ്റ്മെൻറ്റുകളും ഒരേ മീനിങ് തന്നെയാണ് നമുക്ക് തരുന്നത്. താങ്ക് യു.